നമുക്ക് ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു കഥ ആയിട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും വരാൻ പോകുന്ന ദിവസത്തെ കഥകൾ നോവലിനെ അടിസ്ഥാനപ്പെടുത്തി ഞാൻ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണാൻ താല്പര്യമുള്ളവര് അത് കയറി കാണാൻ ശ്രമിക്കണേ. അങ്ങനെ ഒടുവില് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി എനിക്ക്. കാരണം പത്മ തീർത്തു പറഞ്ഞു, എനിക്കല്ല നവീന്, പത്മ തീർത്തു പറഞ്ഞു കഴിഞ്ഞു, ഒരു കാരണവശാലും നന്ദു എന്ന് പറയുന്നവളാ നിന്റെ മനസ്സിലെങ്കിൽ ഈ വിവാഹം നടക്കില്ലെന്ന്. അപ്പോഴേക്കും നവീൻ പറഞ്ഞു, എന്റെ മനസ്സില് നന്ദു ഉള്ളെങ്കിൽ അമ്മയ്ക്ക് എന്താ? അമ്മ പറഞ്ഞല്ലേ, ഇപ്പൊ ജോലിക്കാരിയായ പെണ്ണാണെങ്കിലും കുഴപ്പമില്ല, എന്റെ വിവാഹം നടത്തി തരാന്ന്. അതൊക്കെ ഞാൻ പറഞ്ഞു, പക്ഷെ അവളെ പോലുള്ള ഒരു പെണ്ണിനെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ നവീൻ ആകെപ്പാടെ ടെൻഷനില്ല വീട്ടിലേക്ക് വന്നത്. നന്ദുവിനെ അനിയൻ കൂടെ ഒരുമിച്ച് കണ്ടതുകൊണ്ട് അതിൻ്റെതായ ഒരു ഫ്രസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്താണ് പത്മയുടെ ഈ പറച്ചില്. ആ സമയം നവീൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ കല്യാണം കഴിക്കുന്നില്ല, അമ്മയ്ക്ക് സമാധാനമായല്ലോ, അച്ഛനോട് ലീവ് എടുത്ത് വെറുതെ വരണ്ടെന്ന് പറഞ്ഞേരെ. ഞാൻ കല്യാണം കഴിച്ചില്ല, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ആകാശമൊന്നും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോയി. അപ്പോഴേക്ക് സഹദേവൻ പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ സാറേ, മിക്കവാറും ആ പെങ്കൊച്ച് എന്നായിരിക്കുന്നു മനസ്സിരുന്ന്. ആ പെങ്കൊച്ചിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോ കണ്ടില്ലേ, വക്കീൽ സാർ ഒന്നും മിണ്ടാതെ ദേഷ്യപ്പെട്ട് കയറിപ്പോയത്. നരസിംഹ വക്കീൽ പറഞ്ഞു, എന്റെ പത്മേ, നീ എന്തിനാ അവനെ വെറുതെ ചൊടിപ്പിക്കാൻ പോയത്? അവന്റെ മനസ്സിൽ ഇനിയിപ്പം നന്ദു ആണെങ്കിൽ നീ എതിർക്കേണ്ട കാര്യമുണ്ടോ? അവൻ പറഞ്ഞത് കേട്ടില്ലേ, അവൻ കല്യാണം കഴിക്കില്ലാന്ന്. പത്മ പറഞ്ഞു, അവൻ അതിലപ്പുറം പറഞ്ഞിരിക്കും എന്നും പറഞ്ഞോണ്ട് ഞാൻ അവന്റെ അമ്മയാ, അവന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് തുള്ളാനുള്ളവളല്ല ഞാന്. അതെ, നീ സമ്മതം കൊടുത്തല്ലേ അവന് ഇഷ്ടമുള്ള ഒരു പെൺകുട്ടി ഈ വീട്ടിലേക്ക് വരട്ടെ, അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിനല്ലല്ലോ അവർ വിവാഹം കഴിച്ച് ജീവിക്കുന്നത്. വിവാഹത്തിന് ശേഷം അവരല്ലേ ജീവിക്കുന്നത്, വെറുതെ എന്തിനാ അതിനൊരു പ്രശ്നം ഉണ്ടാക്കുന്നതെന്നൊക്കെ ചോദിച്ചു. പക്ഷെ എങ്കിൽ പത്മയ്ക്ക് അത് ഒട്ടും അങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം നവ്യയുടെ സ്വഭാവം ഒട്ടും ഇഷ്ടമില്ല പത്മയ്ക്ക്. അപ്പൊ അതുപോലെ തന്നെ നന്ദു തൻ്റെടിയാണ്, പക്ഷെ നന്ദുവിനെ കൂടെ അങ്ങനെ ദോഷമൊന്നുമില്ല, എന്നാലും എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു പത്മയ്ക്ക്. ഈ സമയത്ത് അനിയോട് നന്ദു പറഞ്ഞു, ഞാനാണെങ്കിൽ വീട്ടിൽ നിന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങി പോന്നിരിക്കുന്നത്. അച്ഛനും അമ്മയ്ക്കെന്നെ മാറി മാറി ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് ചെല്ലാനും പറഞ്ഞിട്ട്. എനിക്കാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നന്ദു, നീ ധൈര്യമായിട്ട് പോയിക്കോ വീട്ടിലേക്ക്. പക്ഷെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അവർ കല്യാണാലോചനയുടെ കാര്യം പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യും? എനിക്ക് എതിർക്കാൻ പറ്റുമോ? നന്ദു, നീ ഒരു കാര്യം ചെയ്യുക, തൽക്കാലത്തേക്ക് ഇതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കാൻ പോകണ്ട. അവരെന്തേലും പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നീ പതുക്കെ എസ്കേപ്പ് ആകുക. എത്ര ദിവസം ഞാൻ എസ്കേപ്പ് ആവും? അല്ല അപ്പൊ പിന്നെ നീ എന്താ വീട്ടുകാർ പറഞ്ഞു ഈ ബന്ധത്തിന് സമ്മതിക്കുമെന്നാണോ? അതല്ലടാ അനി, ഇപ്പൊ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. എന്റെ വീട്ടുകാർ നിന്റെ അമ്മയെ സമ്മതിക്കുവാണെങ്കിൽ പിന്നെ എന്റെ 2 ചേച്ചിമാരുണ്ടെന്നൊന്നും ഞാൻ നോക്കത്തില്ല. ഞാൻ ആ വീട്ടിലേക്ക് വരും നിന്റെ ഭാര്യയായിട്ട്. പക്ഷെ അവര് സമ്മതിക്കണം. അതിനെന്തെങ്കിലും ഒരു വഴിയുണ്ടോ നോക്ക്. എടി, അപ്പൊ അതിനു മുമ്പ് നവീന്റെ നിന്റെ വിവാഹം ഉറപ്പിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അതാ എനിക്കറിയില്ലാത്ത, എല്ലാം കൂടെ ഓർത്തിട്ട് തലവേദന എടുത്ത് തല പൊട്ടുന്നുണ്ട്. ഓരോ ഒഴിഞ്ഞു കഴിയുമ്പത്തിന് അടുത്ത് ഇത്രയും ദിവസം അനിയുടെ അവധികേടൻ കേസായിരുന്നു. അതൊരു സൈഡിലേക്കൊന്നും ആയിക്കഴിഞ്ഞപ്പം അടുത്ത് നന്ദുവിന്റെ നവീന്റെയും കേസായി. ഇനിയിപ്പൊ ഇതെങ്ങനെ എവിടെ കൊണ്ട് എത്തിക്കും? ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. ഒടുവില് നന്ദുവിനോട് അനി പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു. പിന്നെ വീട്ടിലേക്ക് ചെല്ലാനായിട്ടാ, അവിടേക്ക് പോകാൻ എനിക്ക് താല്പര്യമില്ല. ഒരു കാര്യം, ഞാൻ സ്റ്റേഷനിലേക്ക് തന്നെ തിരികെ പോകുക. സ്റ്റേഷനിലേക്കോ? അതെ, അവിടേക്ക് തന്നെ തിരികെ പോകാൻ പോവാ. അല്ലാതെ എനിക്ക് അവിടേക്ക് പോകാൻ താല്പര്യമില്ല. ഇടി, നിന്റെ അച്ഛനും അമ്മയും വിളിച്ചുകൊണ്ടിരിക്കുമല്ലേ? അതെ. ഒടുവില് അനി നന്ദുവിനെ നിർബന്ധിച്ചു, നീ ഇനിയിപ്പോൾ അങ്ങോട്ട് പോവാതിരുന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് സംശയം തോന്നുന്നു പറഞ്ഞു. പിന്നെ രണ്ടും കൽപ്പിച്ച് നന്ദു വീട്ടിലേക്ക് പോകാനായി. വീട്ടിൽ ചെന്നിട്ടുണ്ട് ഒരു സമാധാനം കിട്ടില്ലെന്നറിയാം. നവീനായിട്ട് അങ്ങനെ ചെന്നിട്ടുണ്ടെങ്കിൽ അതും പറഞ്ഞിട്ടായിരിക്കും ഇനി അടുത്തത്. ഇത്രയും ദിവസം അനിയുടെയും അവന്തികയുടെയും വിവാഹം മുടങ്ങിയതിനെ ചൊല്ലിയായിരുന്നു. ഇനിയിപ്പോ പുതിയ പ്രശ്നം ഇതായിരിക്കും. അങ്ങനെ നന്ദു വീട്ടിലേക്ക് പോവുകയാണ്. ഈ സമയത്ത് ആദർശൻ നയനയും കൂടെ നന്ദുവിനെ കുറിച്ചും നവീനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. എന്നാലും നവീന്റെ മനസ്സിൽ നന്ദു ഉണ്ടായിരുന്നുള്ള കാര്യം നമുക്ക് അറിയണ്ടായിരുന്നില്ലല്ലോ. നയന പറഞ്ഞു, അത് ശരിയാ, നന്ദു ആകെപ്പാടെ വഴക്കിട്ടെന്ന് വീട്ടിൽ നിന്ന് പോയെന്ന് അറിയാൻ കഴിഞ്ഞേ. അതൊന്നും സാരമില്ല, എല്ലാം ശരിയാകും. ചേട്ടാ, എത്രയും പെട്ടെന്ന് അവരുടെ വിവാഹം നടത്തണം. നല്ലൊരു ആലോചനയല്ലേ? നവീൻ നല്ല ചെറുപ്പക്കാരനാ, നന്ദുവിന് ചേരുകയും ചെയ്യും. അമ്മയ്ക്കും അച്ഛനൊക്കെ ഭയങ്കര സന്തോഷമാണ്. ആദർശ് പറഞ്ഞു, അതിന് നന്ദു സമ്മതിക്കുമോ? നന്ദുവിന് എന്തെങ്കിലും എതിർപ്പുണ്ടായിരിക്കുമോ? നന്ദുവിന് അറിയാവുന്ന ചെറുപ്പക്കാരനല്ലേ നവീന്. പിന്നെ അവർ തമ്മിൽ ഭയങ്കര കൂട്ടാണ് താനും. അതുകൊണ്ട് ആ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. ഇനിയിപ്പം നന്ദുവിന്റെ മനസ്സിൽ വേറെന്തെങ്കിലും ചിന്ത ഉണ്ടേ പോലും നവീനുമായിട്ടുള്ള ബന്ധത്തെ എതിർക്കാൻ പറ്റില്ല.
നവീന്റെ സ്വഭാവം അത്രയ്ക്ക് നല്ല എന്നുള്ള കാര്യം അവൾക്ക് നന്നായിട്ട് അറിയാം. ഈ ആലോചനയായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവൾക്ക് നോ പറയാൻ പറ്റില്ല. അതുകൊണ്ട് ആദർശേട്ടാ ഞാൻ പറഞ്ഞേ, പെട്ടെന്ന് തന്നെ ഈ വിവാഹം നടത്തണമെന്ന്. അതെനിക്കും തോന്നുന്നുണ്ട്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ നടത്താനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറഞ്ഞു. ഇതേ സമയത്ത് നവീൻ ഇങ്ങനെ ആലോചിക്കണം എന്താ ചെയ്യണ്ടേന്ന്. തനിക്കിട്ട് പണി തരുവാണോ നന്ദുവും അനിയും കൂടെ ചേർന്നിട്ട്. നന്ദുവിനോട് താൻ പലവട്ടം ചോദിച്ചാ നിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോന്ന്. പക്ഷെ നന്ദു ഇല്ലാന്നാ പറഞ്ഞത്. അനിയുടെ മനസ്സിൽ നന്ദു ഉണ്ടെന്നുള്ള കാര്യം താൻ മനസ്സിലാക്കുകയും ചെയ്തതാ. പക്ഷെ എങ്കില് നന്ദു തന്നെ ചതിച്ചതാണെങ്കിൽ തിരിച്ചു പകരം ഒരു പണി കൊടുക്കണ്ടേ? അതെങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. തിരിച്ചൊരു പണി കൊടുക്കാൻ തന്നെ നവീൻ തീരുമാനിക്കുകയാണ്. അവര് തമ്മിൽ ഇത്ര വലിയ പ്രണയമാന്നുള്ള കാര്യമൊന്നും തനിക്ക് അറിയണ്ടായിരുന്നില്ലല്ലോ. എങ്ങനെ എന്തേലും ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെ തന്നെ തുറന്നു പറയുമായിരുന്നെങ്കിൽ താൻ ഒഴിവായി പോയനോ. പക്ഷെ തന്നോട് കള്ളത്തരം പറഞ്ഞു. അതെന്തുകൊണ്ടാന്ന് മാത്രം നവീന് മനസ്സിലായില്ല. താൻ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടിരുന്നിട്ട് തനിക്ക് ഇതിലായിട്ട് മനസ്സിലായതുമില്ല. അവരെപ്പോഴും ഒരുമിച്ച് നടക്കുന്ന കാണുമ്പോൾ ഫ്രണ്ട്സ് ആണല്ലോ എന്നൊരു ചിന്തയായിരുന്നു. അല്ലാതെ അവർ തമ്മിൽ ഇഷ്ടമാന്നുള്ള കാര്യം അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. ഒരു തവണ ചോദിക്കുകയും ചെയ്താ സംശയമൊന്നും ഉണ്ടായിട്ടില്ല. വെറുതെ ചോദിച്ചാ മനസ്സിലായെങ്കിലും ഉണ്ടോന്ന്. പക്ഷെ അന്നൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് ഇങ്ങനെ അതോർക്കുമ്പോൾ നവീന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഈ സമയത്താണ് വീട്ടിൽ പറഞ്ഞ് കാര്യങ്ങളൊക്കെ ഇത് സെറ്റാക്കാന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പോഴാണ് നന്ദുവിന്റെ അനിയുടെയും കൂടെ പ്രശ്നം വരുന്നത്. ഇനിയിപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടും കാര്യമില്ല. എന്താണെങ്കിലും നേരത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് നന്നായി എന്നൊക്കെ ഒരു വിചാരമായിരുന്നു. ഈ സമയത്ത് നന്ദു വീട്ടിലേക്ക് വരുവാണ്. നന്ദു വീട്ടിലേക്ക് വരുമ്പോൾ കനകയും ഗോവിന്ദനും കാത്തിരിക്കുമായിരുന്നു. പെട്ടെന്ന് കനക ചോദിച്ചു, നീ എന്താ നന്ദു, എത്ര വട്ടം നിന്നെ വിളിച്ചു, നീ എന്താ ഫോൺ എടുക്കാത്തേന്ന് ചോദിച്ചു. എന്തിന്? ഞാൻ എന്തിനാ കോൾ എടുക്കുന്നേ? ഇനി ഫോൺ എടുത്തിട്ട് അതിനെക്കുറിച്ച് ചീത്ത പറയാനല്ലേ? അവന്തികയുടെയും അനിയുടെയും വിവാഹം മുടങ്ങിയത് ഞാൻ കാരണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ കോൾ എടുക്കാത്തെ. ഗോവിന്ദൻ പറഞ്ഞു, അത് പിന്നെ മോളെ, ഞങ്ങളൊന്നും അല്ലല്ലോ അച്ഛനും അമ്മയല്ലേ. മാതാപിതാക്കളാകുമ്പോൾ അവർക്ക് കുറെ ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും ഉണ്ട്. അതെ, എനിക്ക് അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാൻ താല്പര്യമില്ല. എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ഞാനൊന്ന് കിടക്കാൻ പോകാന്ന് പറഞ്ഞു. അപ്പോഴേക്കും കനക പറഞ്ഞു, എനിക്ക് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. എന്ത് കാര്യമാണെങ്കിലും ശരി, എനിക്കിപ്പോൾ ഒന്നും കേൾക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. അതും പറഞ്ഞ് മുറിയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ കനക ഗോവിന്ദനോട് പറഞ്ഞു, ഗോവിന്ദേട്ടാ, അവളുടെ ഈ മട്ടും ഭാവം കണ്ടിട്ട് നവീനുമായിട്ടുള്ള ബന്ധം അവൾക്ക് താല്പര്യമില്ലാന്ന് തോന്നേ. അല്ല, നവീൻ മോൻ പറഞ്ഞത് നന്ദുവിനോട് ഇഷ്ടമാന്നുള്ള കാര്യം തുറന്നു പറഞ്ഞതല്ലേ? അതെ, പറയുകയൊക്കെ ചെയ്തു. പക്ഷെ അവളുടെ മുഖം ശ്രദ്ധിച്ചോ? അവൾക്ക് താല്പര്യമില്ലാത്ത മട്ട എനിക്ക് തോന്നേ. അതെ, ചിലപ്പോൾ അതൊന്നും ആയിരിക്കില്ല. രാവിലെ നമ്മൾ വഴക്ക് പറഞ്ഞില്ലേ, അപ്പൊ അതിന്റെ ഒരു ദേഷ്യത്തിനായിരിക്കും മോള് മുറിയിലേക്ക് പോയിട്ടുണ്ടായിരിക്കാം. ഒരു കാര്യം ചെയ്യാം, ഇന്നൊരു ദിവസം ഇങ്ങനെ പോട്ടെ, നാളെ നമുക്ക് അവളോട് സംസാരിക്കാം. ഇനിയിപ്പൊ സംസാരിക്കാൻ ചെന്നിട്ടുണ്ടെങ്കിൽ അവൾ എന്തെങ്കിലും പറഞ്ഞാലോ? കനക പറഞ്ഞു, എന്തായാലും ഗോവിന്ദേട്ട, എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല. അവളുടെ മനസ്സും കൂടെ അറിയുവാണെങ്കിൽ സ്വസ്ഥതയോടോ സമാധാനത്തോടോ ഒന്ന് കിടന്നുറങ്ങായിരുന്നു. കനകെ, നീ എടുത്തു ചാടി തീരുമാനമൊന്നും എടുക്കണ്ട. എന്താണെങ്കിലും നാളെ നേരെ ഒന്ന് വെളുത്തോട്ടെ, നമുക്ക് സമാധാനമായിട്ട് അവളോട് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ഇപ്പോഴവളുടെ മനസ്സിൽ സങ്കടവും ദേഷ്യവും ഒക്കെ കാണുമെന്ന് പറഞ്ഞു. ഈ സമയം നന്ദു മുറി ചെന്നിട്ട് ആലോചിച്ചു, ദൈവമേ, തൽക്കാലത്തേക്ക് ഇന്നത്തെ ഒരു രാത്രി രക്ഷപ്പെട്ടു. പക്ഷെ നാളെ നേരം വെളുക്കുമ്പോൾ അവര് തന്നെ വെറുതെ വിടില്ല. ഒരു പക്ഷെ നവീനേട്ടൻ വന്ന് കല്യാണം കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ നേരം വെളുക്കുമ്പോൾ അറിയാനായിട്ട് സാധിക്കും. അമ്മ പറഞ്ഞ അതാണോ ഒരു കാര്യം സംസാരിക്കാനുണ്ടെന്ന്. തന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞ ഉടനെ നവീനേട്ടൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരിക്കുമോ? അങ്ങനെയാണെങ്കിൽ നവീനേട്ടനോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞാലോ, തനിക്ക് അനിയെ ഇഷ്ടമാന്ന്. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് അതോർത്ത് ഇനിയിപ്പോൾ നന്ദുവിന് ടെൻഷനായി. നവീനേട്ടൻ ആരോടെങ്കിലും ഒക്കെ പറയും. പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അത് അതിനേക്കാളും കൂടുതൽ പ്രശ്നമാണ്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അനിയെ വേണം താനും. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയാനും പറ്റില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിനേക്കാളും കൂടുതൽ പ്രശ്നമാകുകയും ചെയ്യും. വീട്ടിലും ആരും സമ്മതിക്കില്ല, അനിയുടെ അമ്മയെ സമ്മതിക്കില്ല. ഇവരെല്ലാരും കൂടെ സമ്മതിച്ചൊരു ബന്ധമാണ് ആഗ്രഹിക്കുന്നത്. അല്ലാതെ അനിയോടൊപ്പം ഒളിച്ചോടാനായിരുന്നെങ്കിൽ അത് പണ്ടേ ആവായിരുന്നു. അങ്ങനെയായിരുന്നു ഇതിനു മുമ്പ് തന്നെ നടത്തിയ അനാമികയായിട്ടുള്ള ബന്ധം പോലും നടക്കില്ലായിരുന്നു അനിയുടെ. പക്ഷെ അതിനുള്ള ധൈര്യം തനിക്കില്ല. അച്ഛൻ്റെ അമ്മയുടെ എല്ലാവരുടെ അനുഗ്രഹത്തോട് കൂടിയിട്ട് അനിയുടെ കൈ പിടിക്കാനായിട്ടാണ് താൻ ആഗ്രഹിക്കുന്നത്. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ തന്നെ നന്ദുവിൻ്റെ ഉറക്കം പോയി. എന്ത് വന്നാലും നേരിടാൻ തന്നെ തീരുമാനിച്ചു. ഒരു കാരണവശാലും നവീനേട്ടനുമായിട്ടുള്ള ബന്ധം നടക്കാൻ പോകുന്നില്ല. അനിയെ താൻ കൈവിട്ട് കളയില്ല എന്നൊരു ചിന്തയായിരുന്നു നന്ദുവിൻ്റെ മനസ്സിൽ. അപ്പൊ അതിന്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.